ഇതേ ഒരു മെയ് 17 2015 വർഷത്തിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിച്ചത്. അല്ലാ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്നൊന്നും ഞാൻ പറയില്ല. ഓർക്കണം, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കണം, ഓർത്തോർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അർമാദം അങ്ങോട്ട് കൊള്ളണം. അവസാനം എല്ലാം കഴിഞ്ഞ് 10-11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ഡിവോഴ്സും അടിച്ച് പിരിയലും അതിൻ്റെ ഇടയ്ക്കുള്ള മാനസിക സ്ട്രെസ്സും എന്ത് രസേനും അറിയാം. പ്രോസസ്സ് ഇങ്ങോട്ട് കോടതി കേസ് വക്കീൽ, അള്ള പടച്ചോനെ, ഉറക്കമില്ലാത്ത രാത്രികൾ, കരഞ്ഞു തീർത്ത രാത്രികൾ. ഹോ, ഓർക്കണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതേപോലെ നമ്മൾ വേറൊരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാൻ. വീണ്ടും ചാടിയോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കര കയറാനുള്ള ആവത് നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ള ആരോഗ്യം മുഴുവൻ ഒന്നിൽ തീർത്തു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയേണ്ടതിന് പകരം ഞാൻ ഹാപ്പി ഡിവോഴ്സ് ടു മീ എന്ന് പറഞ്ഞ് സന്തോഷിക്കണം. ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഇൻഷാ അല്ലാ അധികം വൈകാതെ ഞാനൊരു കേക്ക് മുറിച്ച് തന്നെ അത് ആഘോഷിക്കും. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയൂ. 5-6 വർഷമായി ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ട്. എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഞാൻ മാത്രം പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കൊച്ചിനെയും കൂടി ചിലവിനങ്ങ് ആക്കി കൊടുത്തിട്ട് കുറച്ച് വർഷങ്ങളായി. ഏതായാലും അതിനെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് നമ്മളെ ഡൈവോഴ്സും കഴിഞ്ഞു. അൽഹംദുലില്ലാ.